അലീന കഴിഞ്ഞ എപ്പിസോഡിൽ മുത്തശ്ശിനോട് ചോദിക്കുന്നുണ്ടായിരുന്നല്ലോ, മേഡം ബാലചന്ദ്രൻ സാറും തമ്മിലുള്ള കല്യാണം എങ്ങനെ കഴിഞ്ഞേന്ന് ആ കഥ പറഞ്ഞു തരുമോയെന്ന്. അപ്പോൾ മുത്തശ്ശി പറയാണ്, ആ കഥയാണോ, അത് പിന്നെ പറയാമെന്നല്ലേ ഞാൻ നിന്നോട് പറഞ്ഞതെന്ന് പറയുമ്പോൾ അലീന പറയാണ്, പിന്നെ ഇപ്പോൾ ആയാലെന്താ കുഴപ്പം, അതാകുമ്പോൾ എനിക്ക് മുത്തശ്ശിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യാം. മുത്തശ്ശി കഥ പറയുമ്പോൾ മുത്തശ്ശിയുടെ കാലുവേദന മുത്തശ്ശിക്ക് അങ്ങ് മറക്കുകയും ചെയ്യാമെന്ന് പറയും കേട്ടോ. അപ്പോൾ ഞാൻ എവിടെയാണ് പറഞ്ഞു നിർത്തിയെന്നൊക്കെ അലീനയോട് ചോദിച്ചിട്ട് പിന്നീട് മുത്തശ്ശി ആ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ. ബാലചന്ദ്രൻ്റെ അച്ഛനാണെങ്കിൽ അവരുടെ വീട്ടിലെ ജോലിക്കാരനായിരുന്നു കേട്ടോ ശേഖരൻ. അപ്പോൾ ശേഖരൻ എന്നും ജോലിക്ക് വരുന്ന സമയത്ത് ബാലചന്ദ്രനും കൂടെ കാണും. അന്ന് അവന് 4-5 വയസ്സേ ഉണ്ടാവുള്ളൂ. അന്നാണ് പിന്നെ വൈജമ്മോള് ജനിച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വൈജമ്മോളെ ഇങ്ങനെ ചെറുപ്പം തൊട്ടേ അവൻ കാണാറുള്ളതാണ്. രണ്ടുപേരും ഒരുമിച്ച് ഒരു സ്കൂളിലൊക്കെയാണ് പഠിച്ചത്. ഒരേ ക്ലാസ്സിലൊന്നും അല്ലായിരുന്നു. വൈജമ്മോൾക്ക് ചെറുപ്പമാണല്ലോ എന്നിങ്ങനെ അലീനയോട് പറയുമ്പോൾ അലീന ചോദിക്കുന്നുണ്ടായിരുന്നു, മേഡം പഠിക്കാനൊക്കെ എങ്ങനെയായിരുന്നു, മിടുക്കിയായിരുന്നോ എന്ന് ചോദിക്കും കേട്ടോ. അതേ, നന്നായിട്ട് പഠിക്കുമായിരുന്നു എന്ന് പറയും കേട്ടോ. പിന്നീട് വൈജമ്മോള് 10ാം ക്ലാസ്സിലായ സമയത്ത് ബാലേന്ദ്രൻ അന്ന് കോളേജിലാണ്. അപ്പോൾ അവൻ കുഞ്ഞിലേ തൊട്ടേ ഇങ്ങനെ വൈജയനെ കാണുന്നതല്ലേ, അതുപോലെ തന്നെ മിണ്ടുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുമല്ലോ. അന്ന് അവനൊരു വേണ്ടാധീനം കാണിച്ചു എന്ന് പറയട്ടെ. അപ്പോൾ അലീന ചോദിക്കുകയാണ്, എന്ത് വേണ്ടാധീനം മുത്തശ്ശി കാണിച്ചതെന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അന്ന് വൈജമോൾക്ക് അവനൊരു കത്ത് കൊടുത്തു എന്ന് പറയട്ടെ. അപ്പോൾ കത്തെന്ന് വെച്ചാൽ ലവ് ലെറ്റർ ആണോ എന്ന് അലീന ചോദിക്കുമ്പോൾ അതേന്നേ, അതെന്നെ കൊടുത്തത്. അതാണെങ്കിൽ വൈജയുടെ കയ്യിൽ നിന്ന് ശിവശങ്കരൻ പിടിക്കുകയും ചെയ്തു എന്ന് പറയും കേട്ടോ. അത് നേരെ കുഞ്ഞിരാമേട്ടനെ കൊണ്ടുപോയി കാണിച്ചു. കുഞ്ഞിരാമേട്ടൻ അപ്പം തന്നെ ശേഖരനെ വിളിച്ചിട്ട്, നീയും ബാലേന്ദ്രനും കൂടെ പെട്ടെന്ന് ഇങ്ങോട്ട് വരണമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ രണ്ടുപേരും കൈതക്കൽ മാളിയക്കൽ വീട്ടിൽ വന്ന് നിൽക്കുകയാണ്. അപ്പോൾ ബാലേന്ദ്രനോട് കുഞ്ഞിരാമേട്ടൻ ഇങ്ങനെ ചോദിച്ചു, നീയാണോ ഈ കത്ത് വൈജമോൾക്ക് കൊടുത്തതെന്ന് ചോദിച്ചു. അപ്പോൾ അതേന്ന് ബാലേന്ദ്രനും മുഖം നോക്കി ഒരൊറ്റ അടിയായിരുന്നു. ഞങ്ങളെല്ലാവരും അവിടെ നോക്കി നിൽക്കുകയായിരുന്നു. രാജീവൻ ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ശിവശങ്കരൻ ഉണ്ടായിരുന്നു, ഗംഗാധരൻ അന്ന് പട്ടാളത്തിലാണെന്ന് പറയും കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും നോക്കി നിൽക്കുമ്പോഴാണ് അങ്ങനെ അടിച്ചത്. അന്ന് പിന്നെ അതിനുശേഷം ബാലേന്ദ്രൻ പിന്നെ നാട് വിട്ട് ദുബായിലേക്ക് പോയി എന്ന് പറയും കേട്ടോ. 2 വർഷം കഴിഞ്ഞ് തിരിച്ചു വന്നു, പിന്നെയും പോയി. പിന്നീട് ഒരുപാട് പൈസയൊക്കെ ഉണ്ടാക്കിയിട്ടാണ് തിരിച്ചു വന്നത്. അങ്ങനെയാണ് പിന്നീട് നെടുമ്പുരയ്ക്കൽ ഇങ്ങനെ ടെക്സ്റ്റൈൽസ് തുടങ്ങിയത് എന്ന് പറയട്ടോ. അത് കഴിഞ്ഞ് സ്വർണ്ണക്കടയും തുടങ്ങി. അപ്പോൾ വെച്ചടി കയറ്റായിരുന്നു എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതേതായാലും നന്നായി എന്നിങ്ങനെ അലീന പറയുന്നുണ്ട്. അങ്ങനെ തന്നെയാണ് വേണ്ടതെന്ന് പറയട്ടോ. അങ്ങനെ ഇരിക്കുകയാണ് ഒരു ദിവസം ബാലേന്ദ്രൻ വന്നിട്ട് കൈതക്കൽ മാളിയക്കൽ വീട്ടിൽ വന്നിട്ട് വൈജയനെ കല്യാണം കഴിച്ച് തരുമെന്ന് ചോദിച്ചത്. അപ്പോൾ കുഞ്ഞിരാമേട്ടന് ആദ്യമൊന്നും ഇഷ്ടമല്ലായിരുന്നു. പിന്നീട് എല്ലാവരും നിർബന്ധിച്ചു. ശിവശങ്കരനും ഗംഗാധരനും അതുപോലെ തന്നെ പിന്നീട് തിരുവനന്തപുരത്തെ രാവുണ്ണിയേട്ടനൊക്കെ നിർബന്ധിച്ചുകൊണ്ട് പിന്നെ അങ്ങ് സമ്മതിച്ചതാണെന്ന് പറയട്ടെ. അപ്പോൾ മേഡത്തിന് ഇഷ്ടമായിരുന്നു എന്ന് ചോദിക്കുന്നുണ്ട് അലീന. അപ്പോൾ എല്ലാവരും നിർബന്ധിച്ചപ്പോൾ അവളും അങ്ങ് സമ്മതിച്ചു എന്ന് പറയട്ടോ. ആദ്യം പൈസ ഇല്ലാത്തതിനല്ലേ അടിച്ചത്. അപ്പോൾ എന്തായാലും പിന്നീട് പൈസയൊക്കെ ആയപ്പോഴല്ലേ ബാലേന്ദ്രൻ സാറ് വന്ന് പെണ്ണ് ചോദിച്ചതെന്നൊക്കെ പറഞ്ഞ് അതേതായാലും നന്നായി, അങ്ങനെ തന്നെ വേണം, അടിപൊളിയായിട്ടുണ്ട് എന്നൊക്കെ പറയൂട്ടോ അലീന. എന്തായാലും ഇതാണ് കഥ എന്ന് മുത്തശ്ശി പറഞ്ഞു കൊടുക്കുമ്പോൾ, ഇനിയിപ്പോൾ നീയും ചെന്ന് കിടന്നോ, നിനക്കും മടുത്തില്ലേ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അലീന കിടക്കാനായിട്ട് പോകുന്നുണ്ടായിരുന്നു. ഇനി എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി കേട്ടോ, മുത്തശ്ശി കാലുവേദന ഉണ്ടെങ്കിൽ വിളിക്കണം എന്നൊക്കെ പറഞ്ഞ് അലീനയും കിടക്കുകയാണ് കേട്ടോ. അപ്പോൾ ലൈറ്റ് ഓഫ് ചെയ്യട്ടെ എന്നൊക്കെ ചോദിക്കുമ്പോൾ മുത്തശ്ശി ആയിക്കോട്ടെ എന്ന് പറയും. പിന്നീട് കുറച്ച് അങ്ങ് ഉറങ്ങി കഴിയുമ്പോഴാണ് കേട്ടോ അലീന പെട്ടെന്ന് അങ്ങ് ഉണരുന്നത്. അപ്പോൾ മുത്തശ്ശിയാണെങ്കിൽ ഭയങ്കര കരച്ചിലാണ് കേട്ടോ. കാലുവേദന എടുക്കുന്നേ, എനിക്കൊന്നിനും പറ്റുന്നില്ല, ഉറക്കെ കരയാൻ തോന്നുന്നേ എന്നൊക്കെ പറഞ്ഞ് അങ്ങ് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അലീനയാണെങ്കിലും പിന്നീട് എണീറ്റ് ലൈറ്റൊക്കെ ഇട്ടിട്ട് മുത്തശ്ശീനോട് ചോദിക്കുന്നുണ്ടായിരുന്നു, ചൂട് പിടിച്ച് തരട്ടെ എന്ന്. അപ്പോൾ ഇത് അതുകൊണ്ടൊന്നും കാര്യമില്ല, എനിക്ക് ഹോസ്പിറ്റലിൽ പോകണം, സഹിക്കാൻ പറ്റാത്ത വേദനയാണ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ വൈജയനെ വിളിക്കാൻ പറയുകയാണ് കേട്ടോ. അപ്പോൾ അലീന പറയുന്നുണ്ടായിരുന്നു, ഇപ്പോൾ സമയം എത്രയായി എന്ന് പറഞ്ഞിട്ട് ക്ലോക്കിലേക്ക് നോക്കുമ്പോൾ 1:30 കേട്ടോ സമയം. ഇപ്പോൾ പാതി രാത്രിയാണ്. ഇപ്പോൾ മാഡത്തിനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഇനി രാവിലെ പോകാമെന്നേ മാഡം പറയുള്ളൂ എന്ന് പറയും കേട്ടോ. അപ്പോൾ ബാലേന്ദ്രനെ വിളിക്കുക, അവനാണെങ്കിൽ മടി കൂടാതെ എഴുന്നേറ്റ് വരും. എനിക്ക് ഹോസ്പിറ്റലിൽ പോകണം എന്ന് പറയുന്നുണ്ട്. അല്ലെങ്കിൽ പിന്നെ എനിക്ക് ആ വേദനയുടെ ഗുളികയൊന്നും എടുത്ത് താന്ന് പറയുമ്പോൾ മുത്തശ്ശീനോട് പറയുന്നുണ്ട് അലീന, അതങ്ങനെ കഴിക്കാൻ പാടില്ല, രാത്രിയിൽ അത് കഴിച്ചിട്ടല്ലേ കിടന്നത്, അങ്ങനെ വേദനയുടെ ഗുളികയൊന്നും അങ്ങനെ കഴിക്കാൻ പാടില്ല, നല്ല വേദന ഉണ്ടാവുമെങ്കിൽ ഫ്രാക്ചറോ മറ്റോ കാണും, അപ്പോൾ അത് ഹോസ്പിറ്റലിൽ പോയാൽ ശരിയാവുള്ളൂ എന്നൊക്കെ അലീന പറയാൻ കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് ബാലേന്ദ്രനെ വിളിക്കാൻ പറയുന്നത് മുത്തശ്ശി. അങ്ങനെ അലീന പിന്നെ ചെന്നിട്ട് ഇങ്ങനെ അവരുടെ റൂമിൻ്റെ മുന്നിൽ നിന്നിട്ട് അലീനയ്ക്ക് വിളിക്കാനൊരു മടി കേട്ടോ. അതുകൊണ്ട് വീണ്ടും തിരിച്ച് മുത്തശ്ശിയുടെ റൂമിലേക്ക് തന്നെ തിരിഞ്ഞ് വരുന്നുണ്ട്. എപ്പോഴും മുത്തശ്ശി അവിടെ കിടന്ന് കരയാണ് കേട്ടോ. അപ്പോൾ പിന്നെ അലീന ഒന്നും നോക്കാതെ ചെന്നിട്ട് വൈജയന്തിയും ബാലേന്ദ്രനും കിടക്കുന്ന റൂമിൻ്റെ ഡോറിന് തട്ടുകയാണ് കേട്ടോ. മാഡം സാർ എന്ന് വിളിച്ചിട്ട് ഇങ്ങനെ തട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അലീനയ്ക്കാണെങ്കിൽ ഒരു മടിയാണ് കേട്ടോ വിളിക്കാൻ. മടിച്ചാണ് ഡോറിൽ തട്ടുന്നത്. അപ്പോൾ എന്തായാലും ബാലേന്ദ്രനാണ് ആദ്യം എണീറ്റ് വരുന്നത്. അപ്പോൾ എന്താ അലീന ഈ സമയത്ത് എന്ന് ചോദിക്കും. അപ്പോൾ മുത്തശ്ശി ഇങ്ങനെ അവിടെ കിടന്ന് കരയുകയാണ്. മുത്തശ്ശിക്ക് നല്ല കാലുവേദന എടുക്കുന്നുണ്ട് എന്ന് പറയട്ടെ. അപ്പോൾ ഇതുവരെ കുഴപ്പമൊന്നും ഇല്ലായിരുന്നല്ലോ എന്ന് ബാലേന്ദ്രൻ ഇങ്ങനെ അലീന
അലീനയോട് പറയുന്നുണ്ട്. അപ്പോഴേക്കും വൈജയന്തി എണീറ്റ് വരും കേട്ടോ. വൈജയന്തിക്ക് ആകെ ദേഷ്യമാണ്. നീ എന്താ രാത്രി ഉറങ്ങാനും സമ്മതിക്കില്ലേ എന്താന്ന് ചോദിച്ചിട്ട് ദേഷ്യപ്പെടുകയാണ് കേട്ടോ അലീനയോട്. അപ്പം മുത്തശ്ശിക്ക് ഇങ്ങനെ കാലുവേദന എടുക്കുന്നുണ്ട് എന്നിങ്ങനെ പറയുമ്പോൾ ഈ പാതിരാത്രിക്ക് ഇപ്പോൾ കാലുവേദന എടുത്തിട്ട് എന്നാ ചെയ്യാനാ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ സമയം എത്രയായെന്ന് നിനക്കറിയോ എന്നിങ്ങനെ അലീനയോട് ദേഷ്യത്തോടെ വൈജയന്തി ചോദിക്കുമ്പോൾ കാല് വേദനിക്കുന്ന ആളോട് സമയം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, വേദന മാറില്ലല്ലോ എന്ന് പറയൂ കേട്ടോ. അപ്പോൾ വൈജയന്തി ആണെങ്കിലും ആകെ ദേഷ്യപ്പെടുകയാണ്. അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ടായിരുന്നു ഞങ്ങൾ അങ്ങോട്ട് വന്നേക്കാം, നീ അങ്ങോട്ട് പോയിക്കോ എന്ന് പറയട്ടോ. എന്നിട്ട് അലീന പിന്നെ മുത്തശ്ശിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. ബാലേന്ദ്രൻ മുത്തശ്ശീനോട് ചോദിക്കുന്നുണ്ടായിരുന്നു രാവിലെ പ്ലാസ്റ്ററൊക്കെ മാറ്റിയതല്ലേ, കുഴപ്പമൊന്നുമില്ലായിരുന്നല്ലോ എന്ന്. അപ്പോൾ ഇവിടെ വരുന്നവരെ കുഴപ്പമൊന്നുമില്ലായിരുന്നു എന്ന് മുത്തശ്ശി പറയൂ കേട്ടോ. കൊല്ലപ്പള്ളിയിൽ ഞാൻ അവിടേക്ക് നടന്നതാണ്, ഇവിടെ വന്ന് സിറ്റ് ഔട്ടിലേക്ക് കയറിയപ്പോൾ ഞാൻ അവിടെ നിന്ന് വീണു എന്ന് പറയൂ കേട്ടോ. അപ്പോൾ അമ്മ തനിയെ പടി കയറിയോ എന്ന് ചോദിക്കുന്നുണ്ട് ബാലേന്ദ്രൻ. എനിക്ക് തനിയെ കയറാൻ പറ്റില്ലല്ലോ, വൈജ് പിടിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറയൂ കേട്ടോ. അപ്പോൾ വയ്യാത്ത ഒരാളെ ഒറ്റയ്ക്ക് പിടിച്ചാൽ മതിയോ, അലീന ഉണ്ടായിരുന്നില്ലേ എന്ന് പറയൂ കേട്ടോ. അപ്പോൾ അലീനയാണെങ്കിലും ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു ഞാൻ പിടിക്കാൻ ചെന്നതാണെന്ന്. അപ്പോഴേക്കും വൈജയന്തി ആണെങ്കിൽ ഇനി അത് പറയണ്ടെന്ന് വിചാരിച്ചിട്ടാണെന്ന് തോന്നുന്നുണ്ട് മുത്തശ്ശീനോട് ചോദിക്കുകയാണ് ഇനിയിപ്പോൾ രാവിലെ പോയാൽ പോരെ ഹോസ്പിറ്റലിൽ എന്ന് ചോദിക്കട്ടെ. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ടായിരുന്നു എനിക്ക് വേദന സഹിക്കാൻ പറ്റുന്നില്ല. ആ സമയത്ത് ബാലേന്ദ്രൻ മുത്തശ്ശീനോട് ചോദിക്കുകയാണ് നടക്കാൻ പറ്റുമോയെന്ന്. അപ്പോൾ ഇല്ല എന്ന് പറയുമ്പോൾ ഒരടി കാലം നിലത്തേക്ക് വെക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ അലീനയോട് വീൽ ചെയർ എടുക്കാൻ പറയുകയാണ്. പിന്നീട് ഞാൻ വണ്ടി ഇറക്കാമെന്ന് പറഞ്ഞിട്ട് കാർ എടുക്കാമെന്ന് പറഞ്ഞിട്ട് ബാലേന്ദ്രനെ അവിടെ നിന്ന് പോകുമ്പോൾ വൈജയന്തി ചോദിക്കുന്നുണ്ടായിരുന്നു ഞാൻ കൂടെ വരണമെന്ന്. അപ്പോൾ നീ വരണ്ട, നീ ഇങ്ങനെ സുഖമായിട്ട് കിടന്നങ്ങ് ഉറങ്ങിക്കോ എന്ന് പറയട്ടെ. അപ്പോൾ അലീന പറയുന്നുണ്ടായിരുന്നു ഞാൻ വരാമെന്ന്. അപ്പോൾ അലീനയോട് ബാലേന്ദ്രൻ പറയും നീ വരണ്ട, നിൻ്റെ പെറ്റ തള്ളയൊന്നുമല്ലല്ലോ, നീ ഇവിടുത്തെ കാര്യങ്ങൾ നോക്കിയാൽ മതി എന്ന് പറയട്ടോ. അപ്പോൾ എന്തായാലും പിന്നെ വൈജയന്തിയും കൂടെ പോകാനായിട്ട് റെഡി ആവുന്നുണ്ട്. അപ്പോഴും അലീന കൂടെ വരട്ടെ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. ഒരാളും കൂടെ മുത്തശ്ശീനെ പിടിക്കാനൊക്കെ വേണ്ടേ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ കുട്ടികളെ ഒറ്റയ്ക്കല്ലേ, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ആരാ നോക്കുക എന്ന് പറഞ്ഞ് അലീനയോട് വരണ്ടെന്ന് തന്നെയാട്ടോ പറയുന്നത്. പിന്നീട് അവർ പോകാൻ സമയത്തും ബാലേന്ദ്രൻ പറയുന്നുണ്ടായിരുന്നു ഞങ്ങൾ പോയി കഴിഞ്ഞാൽ കതക് നന്നായിട്ട് അടച്ചോണം, ഞങ്ങൾ വന്നിട്ട് തുറന്നാൽ മതി, ഇനിയിപ്പോൾ രാവിലെ ഞങ്ങൾ വരാൻ വൈകുകയാണെങ്കിൽ കുട്ടികളെ സ്കൂളിലേക്ക് പറഞ്ഞയക്കുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ നോക്കിക്കോണം എന്നൊക്കെ പറഞ്ഞിട്ടാട്ടോ പോകുന്നത്. വൈജയന്തി അലീനയോട് അതെല്ലാം പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. കൃഷ്ണമോൾക്ക് രാവിലെ ട്യൂഷന് പോകണം, അത് മറക്കണ്ട എന്നൊക്കെ പറഞ്ഞ് ഏൽപ്പിക്കുന്നുണ്ട് കേട്ടോ. എല്ലാ കാര്യങ്ങളും റെഡിയാക്കി അവരെ സ്കൂളിലേക്ക് വിട്ടോണം എന്നൊക്കെ പറഞ്ഞാണ് അവർ പോകുന്നത് കേട്ടോ. പിന്നീട് രാവിലെയാണ് മുത്തശ്ശീനെയും കൊണ്ട് അവർ തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നു. മുത്തശ്ശീനെ പിന്നെ രാവിലെ കൊണ്ടുവരുന്നത് കാറിലൊന്നല്ല ആംബുലൻസിലാണ് കേട്ടോ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ നടുവിന് ബെൽറ്റൊക്കെ ഇട്ടിട്ടാണ് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും പിടിച്ചാണ് മുത്തശ്ശീനെ ബെഡിലേക്ക് കിടത്തുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അലീനയാണെങ്കിലും മുത്തശ്ശീനോട് ചോദിക്കുന്നുണ്ടായിരുന്നു ഇപ്പോൾ വേദനയുണ്ടോ മുത്തശ്ശീന്ന്. അപ്പോൾ മുത്തശ്ശി പറയും ഇപ്പോൾ അതേ ഉള്ളൂ, ഇങ്ങനെ ഇടുപ്പിന്ന് അസ്ഥിക്കുഴ തെറ്റിയെന്നാണ് ഡോക്ടർ പറഞ്ഞതെന്ന് പറയും കേട്ടോ. അപ്പോൾ വൈജയന്തി പറയാണ് അത്രയല്ലേ ആ വീഴ്ചയിൽ പറ്റിയിട്ടുള്ളൂ, എല്ലൊന്നും പൊട്ടിയിട്ടില്ലല്ലോ എന്ന് പറയും കേട്ടോ. അപ്പോൾ മുത്തശ്ശിയാണെങ്കിലും വൈജയന്തിനോട് പറയുന്നുണ്ടായിരുന്നു വീഴാതെ നിനക്ക് നോക്കായിരുന്നു, അപ്പോൾ എന്നെ വീഴ്ത്തി അടങ്ങുമെന്നുള്ള വാശിയായിരുന്നില്ലേ നിനക്ക് എന്ന് ചോദിക്കും കേട്ടോ. അപ്പോൾ ബാലേന്ദ്രൻ ചോദിക്കുകയാണ് വാശിയോ ആരോടെന്ന് ചോദിക്കും കേട്ടോ. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ടായിരുന്നു ഞാൻ വീൽ ചെയറിൽ ഇരിക്കാൻ പോയപ്പോൾ അലീന എന്നെ താങ്ങി പിടിക്കാൻ വന്നതാണ്, പക്ഷേ ഇവൾ സമ്മതിച്ചില്ല, തുടരുത് എന്ന് പറഞ്ഞ് അവളെ മാറ്റി നിർത്തി. ഇന്നലെ അവളെ നിൻ്റെ അടുത്ത് വന്ന് താക്കോല് വാങ്ങിച്ച് വീട് തുറന്ന് അകത്ത് കയറിയില്ലേ, അത് ഇവൾക്ക് പറ്റിയിട്ടില്ല, അതിനാണ് അവൾ അങ്ങനെ ചെയ്തതെന്ന് പറയും കേട്ടോ. അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ടായിരുന്നു കൊള്ളാം, സ്വന്തം അമ്മയ്ക്ക് തന്നെ ഇട്ട് പണി കൊടുത്തല്ലോ, നിനക്ക് എന്തിൻ്റെ കേടാ വൈജയ് എന്ന് ചോദിക്കും കേട്ടോ. അപ്പോൾ വൈജയന്തി പറയുകയാണ് 2 പേര് പിടിക്കണമെങ്കിൽ അമ്മ പറയണ്ടേ എന്ന് പറയും. അപ്പോൾ ഇവളെ പിടിക്കാൻ വന്നപ്പോൾ നീയല്ലേ മാറ്റി നിർത്തിയത് എന്ന് പറയുമ്പോൾ വൈജയന്തി പറയുകയാണ് അമ്മ ഒന്ന് ഊതിയാൽ വീഴാൻ നിൽക്കുകയാണെന്ന് ഞാൻ ഓർത്തോ എന്നിങ്ങനെ പറയും കേട്ടോ. അപ്പോൾ മുത്തശ്ശി ആഹാ എന്നിങ്ങനെ പറയുന്നുണ്ടായിരുന്നു. പിന്നീട് ബാലേന്ദ്രൻ പറയുകയാണ് നമ്മളൊരു അനീതി കാണിക്കുമ്പോൾ നമുക്കൊരു മനസ്സുഖം കിട്ടുമായിരിക്കും, പക്ഷേ അത് എങ്ങനെയെങ്കിലും തിരിച്ചടിക്കുമെന്ന് നീ ഓർക്കണം എന്ന് പറയും കേട്ടോ. അപ്പോൾ വൈജയന്തി ബാലേന്ദ്രനോട് ഇങ്ങനെ ചോദിക്കുകയാണ് അമ്മയെ ഈ വീട്ടിൽ കൊടുന്ന് താമസിപ്പിച്ചതാരാ, അമ്മേനെ നോക്കാൻ ശമ്പളം കൊടുത്ത് ഒരുത്തിന് വെച്ചതാരാ, അതൊക്കെ ഈ ഞാൻ തന്നെയല്ലേ, അപ്പോൾ എനിക്കായോ കുറ്റം എന്ന് ചോദിക്കുമ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ടായിരുന്നു അതന്നെയല്ലേ പറഞ്ഞത്, നീയാണ് എല്ലാം വരുത്തി വെച്ചതെന്ന് പറഞ്ഞിട്ട് ബാലേന്ദ്രൻ അവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ. പിന്നീട് വൈജയന്തി മുത്തശ്ശീനോട് പറയാണ് അമ്മ ഒരുപാട് തിരിയും മറിയൊന്നും ചെയ്യണ്ട കേട്ടോ, അങ്ങനെയാകുമ്പോൾ ഇടുപ്പിൻ്റെ ജോയിൻ്റ് ഇളകും, അത് ഇങ്ങനെ ഇളകാതിരിക്കാനാണ് ഈ ബെൽറ്റ് ഇട്ട് വിട്ടേക്കുന്നതെന്ന് പറയുന്നുണ്ടായിരുന്നേ. മുത്തശ്ശിയാണെങ്കിൽ അപ്പോൾ പറയുന്നുണ്ടായിരുന്നു ഓ ഇനിയിപ്പോൾ എന്നതാ ഇളകാനുള്ളത് എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. പിന്നീട് അലീനയോട് വൈജയന്തി പറയാണ് നീ ഒറ്റൊരുത്തിയാണ് ഇതിനെല്ലാം കാരണം എന്ന് പറയട്ടോ. അപ്പോൾ അലീന പറയുന്നുണ്ടായിരുന്നു അത് ശരിയാണ്. അപ്പോൾ വൈജയന്തി വീണ്ടും ചോദിക്കും എന്താടി ശരിയല്ലേ എന്ന് ചോദിക്കും കേട്ടോ. അതേ ശരിയാണെന്ന് തന്നെയല്ലേ ഞാൻ പറഞ്ഞതെന്ന് പറയുമ്പോൾ വൈജയന്തി അലീനയോട് പറയുന്നുണ്ടായിരുന്നു എനിക്ക് മനസ്സിലാവുന്നില്ല എന്ന് നീ വിചാരിക്കേണ്ടെന്ന് പറയൂ കേട്ടോ. എന്നിട്ട് അവിടെ നിന്ന് അങ്ങ് പോവാണ്. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ടായിരുന്നു അവളുടെ കയ്യിലിരിപ്പോണ്ടല്ലേ ഇങ്ങനെ സംഭവിച്ചത്, എന്നാലും അത് അങ്ങ് സമ്മതിച്ച് തരില്ല എന്ന് പറയട്ടോ. അപ്പോൾ അലീന പറയുന്നുണ്ടായിരുന്നു സമ്മതിച്ചാലും ഇല്ലെങ്കിലും ഇനിയിപ്പോൾ വരാനുള്ളത് വന്നില്ലേ എന്ന് പറയും. മുത്തശ്ശി പറയുന്നുണ്ടായിരുന്നു ഒരുമാതിരി നടക്കാറായി വന്നതാണ്, വീണ്ടും കിടപ്പിലായി എന്ന് പറയൂ കേട്ടോ. ഒരു പടം ഉണ്ടല്ലോ ജഗതി എപ്പോഴും ഇങ്ങനെ കാലൊടിഞ്ഞ് കിടക്കുന്ന ഒരു പടം, ഏതാണ്ട് എൻ്റെ അവസ്ഥ അതുപോലെയായി എന്ന് പറയുമ്പോൾ അലീന പറയുന്നുണ്ടായിരുന്നു സാരല്ലേ മുത്തശ്ശിന്ന് കേട്ടോ. മുത്തശ്ശിയാണെങ്കിലും അപ്പോൾ അലീനയോട് പറയുന്നുണ്ടായിരുന്നു അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ, എനിക്കും നിനക്കും അല്ലേ ഇതിൻ്റെ ബുദ്ധിമുട്ട്, അവൾക്കത് വല്ലതും അറിയണോ എന്നിങ്ങനെ പറയൂ കേട്ടോ. അപ്പോൾ അലീന
അലീനയാണെങ്കിലും പിന്നെ ഇങ്ങനെ ആകെ ഇങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കുന്നതും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചിട്ടുള്ളത്. പിന്നെ നാളത്തെ പ്രൊമോ കാണിക്കുന്നുണ്ടായിരുന്നു. പ്രൊമോയിലെ മനു ആണെങ്കിൽ അലീനയോട് പറയുന്നുണ്ടായിരുന്നു എത്രയും പെട്ടെന്ന് ഒരു പ്രൊഫഷണൽ കോഴ്സ് എടുത്തിട്ട് നന്നായിട്ട് പഠിക്കാൻ തീരുമാനിക്കണം എന്ന് പറയുന്നുണ്ട് കേട്ടോ. പിന്നീട് ബാലേന്ദ്രനാണെങ്കിൽ വൈജയന്തിനോട് ചോദിക്കുന്നുണ്ടായിരുന്നു നീ ഇന്ന് അലീനയെ പിരിച്ചു വിടാൻ നിന്നതല്ലേന്ന്. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ ആരെയും പിരിച്ചു വിടുന്നില്ല എന്ന് വൈജയന്തി പറയുന്നുണ്ട് കേട്ടോ ബാലേന്ദ്രനോട്. പിന്നീട് ഹരിയും രോഹിത്തും തമ്മിൽ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഇനിയും മുത്തശ്ശിക്ക് വയ്യാതായതുകൊണ്ട് കുറച്ച് കാലം കൂടെ അലീന അവിടെ ഉണ്ടാവും എന്നുള്ളൊരു വിവരം രോഹിത്ത് ഹരിക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവരെന്തൊക്കെയോ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അത് നടത്തിയെടുക്കാൻ സമയമുണ്ട് എന്നാണ് കേട്ടോ രണ്ടും കൂടെ പറയുന്നത്. പിന്നീട് അലീന മനുവിനോട് പറയുന്നുണ്ടായിരുന്നു ആരുടെ മുന്നിലും തല കുനിച്ച് നിൽക്കേണ്ട തെറ്റൊന്നും ഞാൻ ചെയ്തിട്ടില്ല മനുവേട്ടാന്ന്. അതിനുശേഷം വൈജയന്തിനോട് ബാലേന്ദ്രൻ പറയുന്നുണ്ടായിരുന്നു നിന്നെ ഞാൻ കാണാതെ അറിയാതെയും പോയ മൂന്ന് വർഷങ്ങളേ ഉള്ളൂ എൻ്റെ ജീവിതത്തിൽ, അത് നീ ആഗ്രയിൽ പോയി നിന്നിട്ടുള്ള ആ വർഷങ്ങളാണെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിങ്ങനെ കേൾക്കുമ്പോൾ വൈജയന്തിക്ക് എന്തൊക്കെയോ ടെൻഷൻ ആവുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് പ്രമോല് കാണിച്ചിട്ടുണ്ടായിരുന്നത്. റിവ്യൂ ഇഷ്ടമെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. താങ്ക്